ഇതായിരിക്കണം മേയർ, ഇങ്ങനെ ആയിരിക്കണം ഒരു ജനപ്രതിനിധി. BJP വിരോധികൾ കണ്ണു നിറച്ച് കണ്ടോളൂ. BJP വോട്ട് ചോരി നടത്തുന്നത് എങ്ങനെയാണെന്ന് VV രാജേഷ് മേയറുടെ ഈ ജനശബ്ദം എന്ന പ്രോഗ്രാം കണ്ടാൽ മനസ്സിലാകും. മേയറോട് നേരിട്ട് സംവദിക്കാൻ മാതൃഭൂമി ന്യൂസ് ഒരുക്കിയ 1 മണിക്കൂർ പ്രോഗ്രാം. വന്നത് 30-ലേറെ ഫോൺ കോളുകളും പരാതികളും. ആ പരാതികളൊക്കെയും കേട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും നടപടികളും കൈക്കൊള്ളുന്നത് കണ്ടാൽ ഇവിടെയുള്ള സകല അന്തം കമ്മികളും തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരും എന്നതാണ് സത്യം. 25 വർഷം തുടർച്ചയായി കോർപ്പറേഷൻ ഭരിച്ച LDF-ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുന്ന ഏത് നേതാവാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ കൈമലർത്തുകയേ നിവൃത്തിയുള്ളൂ. മുൻ മേയറായ ആര്യ രാജേന്ദ്രന്റെ അഴിമതിയും അഹങ്കാരവും മറച്ചുവെക്കാൻ ക്യാപ്സൂളുകൾ മതിയാവാതെ വരും. ഇവിടെയാണ് BJP വ്യത്യസ്തമാകുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള കുതിപ്പ് സാധാരണക്കാരുടെ മനസ്സിൽ കേരള BJP മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. BJP-യെ അകറ്റി നിർത്തിയാൽ നഷ്ടം മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങി. സുരേഷ് ഗോപിയെയും VV രാജേഷിനെയും പോലെ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വത്തെയാണ് കേരളം ആകെ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയം എന്നത് സ്വന്തം കീശ നിറയ്ക്കാനുള്ള വഴിയായി മാത്രം കാണുന്ന LDF-നെയും UDF-നെയും തള്ളിക്കളഞ്ഞ് BJP-ക്ക് വേണ്ടിയുള്ള പരവതാനി കേരളമെമ്പാടും പിരിക്കാൻ അധിക നാൾ വേണ്ടിവരില്ല എന്നുകൂടി VV രാജേഷ് എന്ന മേയറുടെ ജനങ്ങൾക്കു വേണ്ടിയുള്ള ഇടപെടലുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്.